തആവനൂ അലൽ ബിർരി വത്തഖ്വ വലാ തആവനൂ അലൽ ഇസ്മി വൽ ഉദ്വാൻ. നിങ്ങൾ പുണ്യമായ കാര്യങ്ങൾ എന്തുണ്ടോ അത് നിങ്ങൾ പരസ്പരം സഹായിക്കണം. അതുപോലെ തന്നെ തഖ്വയുള്ള ഭക്തിയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ സഹായിക്കണം. നേരെ മറിച്ചുള്ളതിൽ നിങ്ങൾ സഹായിക്കാനും പാടില്ല. ശത്രുതയിലും തിന്മയിലും നിങ്ങൾ സഹായിക്കാനും പാടില്ല. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഖലമിന്റെ 17 മുതൽ 32 ആയത്ത് വരെ അല്ലാഹു തആല ഒരു കാര്യം പറയുന്നുണ്ട് നമ്മളോട്. ആ കാര്യം ഇതാണ്: ഒരു തോട്ടത്തിന്റെ അവകാശികളെ സംബന്ധിച്ചാണ് അല്ലാഹു തആല പ്രതിപാദിക്കുന്നത്. ഒരു തോട്ടം, ആ തോട്ടം ഒരു പിതാവിന്റെ തോട്ടമായിരുന്നു. ആ പിതാവ് സങ്കുചിതമായ ചിന്താഗതിയില്ലാത്ത, സ്വാർത്ഥത താല്പര്യമില്ലാത്ത ഒരു മനുഷ്യനായിരുന്നു. അയാളുടെ തോട്ടത്തിൽ നിന്ന് എന്തൊരു തോട്ടമാണോ അതിന്റെ വിളവെടുത്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു വിഹിതം നാട്ടിലും സമീപ പ്രദേശത്തുമുള്ള സാധുക്കളായ ആൾക്കാർക്ക് വിഹിതം വെച്ച് കൊടുത്തിരുന്നു. പക്ഷെ അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ മക്കളത് പങ്കിട്ടെടുത്തു. മക്കളിത് തീരുമാനമെടുക്കുന്നുണ്ട്. ആ തീരുമാനം ഒരു സങ്കുചിതമായ ഒരു തീരുമാനമായിരുന്നു. സ്വാർത്ഥതയിൽ അധിഷ്ഠിതമായ ഒരു തീരുമാനമായിരുന്നു അത്. തീരുമാനം അവർ പറയുന്നു, നമുക്ക് നാളെ രാവിലെ നമ്മുടെ തോട്ടത്തിൽ നിന്ന് വിളവെടുക്കണം. നമ്മുടെ തോട്ടത്തിൽ നിന്ന് നാളെ രാവിലെ വിളവെടുക്കുമ്പോൾ അതിരാവിലെ എല്ലാവരും ആ പരസ്പരം ജ്യേഷ്ഠാനുജന്മാർ പങ്കുവെക്കുന്ന ഒരു മെസ്സേജാണ്. എല്ലാവരും അതിരാവിലെ ആ തോട്ടത്തിലേക്ക് എത്തണം. അല്ലാ യദ്ഖുലന്നഹൽ യൗമ അലൈക്കും മിസ്കീൻ. ഒരു പാവപ്പെട്ട ഒരാളും ആ തോട്ടത്തിലേക്ക് നമ്മുടെ ഒപ്പമുള്ള സമയത്ത് വരുന്നത് പോലെ ആ വരാനുള്ള ഒരു അവസരം നമ്മൾ ശ്രദ്ധിക്കരുത്. അതിരാവിലെ നമ്മൾ അതിൻ്റെ അവിടെയുള്ള ഫലമെടുത്ത് നമ്മൾ തിരിച്ചു പോരണം. അത്രയും അതിരാവിലെ നമ്മൾ അവിടെ ഒരാൾക്കും ഒന്നും കൊടുക്കരുത് എന്നുള്ള തീരുമാനം അല്ലാഹു തആല അവിടെ അവന്റെ ഒരു തീരുമാനമെടുത്തു. അവർ രാവിലെ ആ തോട്ടത്തിലേക്ക് ചെന്നപ്പോ ആ തോട്ടം മുഴുവനും നശിച്ചു പോയ ഒരു രീതിയാണ്, ഒരു കാഴ്ചയാണ് അവർക്ക് കാണാൻ കഴിഞ്ഞത് എന്ന് അല്ലാഹു തആല നമ്മളോട് പറയുന്നത്. സ്വാർത്ഥതയുടെയും സങ്കുചിതത്വത്തിന്റെയും തകർച്ചയാണ് ഇവിടെ അല്ലാഹു തആല ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു വിഷയത്തിനും ഒരു സ്വാർത്ഥമായ സമീപനം പാടില്ല. നിങ്ങൾ നോക്ക്, പരിശുദ്ധ ഖുർആനിൽ നമുക്കെല്ലാം പരിചയമുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ മാഊൻ. ആ സൂറത്തിൽ അല്ലാഹു തആല 5 കാര്യങ്ങൾ പറയുന്നുണ്ട്. മതത്തെ കളവാക്കിയവനെ നീ കണ്ടുവോ എന്ന് പറഞ്ഞിട്ട് 5 കാര്യങ്ങളാണ് അല്ലാഹു തആല പറയുന്നത്. 3 കാര്യങ്ങളും മനുഷ്യൻ പരസ്പരം സഹായിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ്. ഒന്ന്, അനാഥകളെ ആട്ടിയോടിക്കുന്നതിനെ പറ്റിയിട്ട്. മറ്റൊന്ന്, പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകാതിരിക്കുന്നതിനെ പറ്റിയിട്ട്. മറ്റൊന്ന്, പരോപകാരം, ചെറുകിട ഉപകരണങ്ങൾ, ഉപയോഗ സഹായങ്ങൾ അത് തടഞ്ഞു നിർത്തുന്നതിനെ പറ്റിയിട്ട്. ഇങ്ങനെ 3 കാര്യം അല്ലാഹു തആല പരസ്പര സഹായത്തെ സംബന്ധിച്ചാണ് പറഞ്ഞത്. അങ്ങനെയുള്ളവർക്ക് വയൽ നരകനാശമുണ്ട്, അങ്ങനെയുള്ളവരെ മതത്തെ കളവാക്കുന്നവരാണ് എന്നാണ് അല്ലാഹു തആല പറയുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാക്ക് പറയുന്നുണ്ട്: ലാ യുമിനു അഹദുക്കും ഹത്താ യുഹിബ്ബു ലിഅഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി. ഞാൻ എന്താണോ ഇഷ്ടപ്പെടുന്നത്, എനിക്ക് എന്തുണ്ടാകണമെന്നാണോ ഞാൻ താല്പര്യപ്പെടുന്നത്, അത് നിങ്ങൾക്കെല്ലാം ഉണ്ടാകണം എന്നുള്ളൊരു മനസ്സ് എനിക്കുണ്ടാകാത്ത കാലത്തോളം എന്റെ വിശ്വാസം പൂർണ്ണമാവില്ല. ഞാൻ യഥാർത്ഥത്തിലുള്ളൊരു വിശ്വാസിയല്ല എന്നല്ല പറഞ്ഞത്, യഥാർത്ഥത്തിലുള്ളൊരു വിശ്വാസിയല്ല, 100% ഒരു വിശ്വാസിയല്ല എന്നതാണ് പറഞ്ഞതിന്റെ അർത്ഥം. മറ്റുള്ളവർക്ക് കൂടിയിട്ട് എല്ലാം ഉണ്ടാകണം, എനിക്ക് താല്പര്യമുള്ളത് അത് അവർക്കും ഉണ്ടാകട്ടെ എന്നത്. പക്ഷേ പലരെയും നമ്മൾ അങ്ങനെയല്ലല്ലോ കാണുന്നത്. എനിക്ക് മാത്രം, എനിക്ക്
മാത്രം. ഈ ഒരു ചിന്താഗതി, മറ്റുള്ളവൻ എന്തായാലും കുഴപ്പമില്ല, കിട്ടിയാലില്ല, കിട്ടിയിട്ടില്ലെങ്കിലില്ല, ഉണ്ടായാലില്ല, ഉണ്ടെങ്കിലില്ല, ഞാൻ ആ ഭാഗം നോക്കണ്ട, ഈ ഒരു നിലപാട് ശരിയല്ല. നിങ്ങൾ നോക്കി, സ്വഹാബത്തിന്റെ ഒരു രീതി അല്ലാഹു തആല പറഞ്ഞു തരുന്നുണ്ട്. വയഉസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. അവർക്ക് ദാരിദ്ര്യമുണ്ടെങ്കിലും, സ്വഹാബികള് അൻസാറുകള് അവർക്ക് ദാരിദ്ര്യമുണ്ടെങ്കിലും അവരുടെ സുഹൃത്തുക്കളായ സ്നേഹിതന്മാരായ മുഹാജിറുകൾക്ക് അവർ നൽകിയിരുന്ന ഞങ്ങളില്ലല്ലോ, ഞങ്ങൾക്കില്ലല്ലോ, അല്ലെ ഞങ്ങളെ തീർന്നു പോകുമല്ലോ എന്നുള്ളൊരു ഭയപ്പാട് അവരെ സ്വാധീനിച്ചില്ല, ഒരു വിഷയത്തിലും സ്വാധീനിച്ചില്ല. എത്രത്തോളം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, 2 ഭാര്യമാരെ വിവാഹം ചെയ്ത ആള് ഒരാളെ ഡൈവോഴ്സ് നടത്തിയിട്ട് മറ്റൊരാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കും. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, 2 ഭാര്യമാരുള്ള ആള് ഒരു ഭാര്യ വിവാഹമോചനം ചെയ്തിട്ട് വിവാഹം പെണ്ണിനെ കിട്ടാത്ത പുരുഷന് നീ അവളെ വിവാഹം ചെയ്തോ എന്നുള്ളൊരു അവസരം വരെ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ അവരുടെ മനസ്സ് എത്രത്തോളം വിശാലമായ മനസ്സാണ്. അതാണ് അൻസ്വാറുകളുടെ മനസ്സ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറയുന്നുണ്ട്. ആ അൻസ്വാറുകളുടെ മനസ്സ് പോലത്തെ മനസ്സായിരിക്കണം നമ്മുടെ മനസ്സ്. ഒരു ചിന്ത ഈ അവസരത്തിൽ നമുക്കുണ്ടാകണം. അതിപ്രധാനമായ ഒരു ആശയമാണ് ആ ചിന്ത. എന്നെ കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം മറ്റുള്ളവർക്ക് കിട്ടണം. എന്റെ ജീവിതത്തിൽ ഞാനൊരുപാട് കാലമായി ജീവിക്കുന്നു, എന്റെ ജീവിതം കൊണ്ട് മറ്റൊരാൾക്ക് എന്ത് കിട്ടി, എനിക്കെന്ത് കിട്ടി എന്നതിന് ഉപരി മറ്റുള്ളവർക്ക് എന്നെ കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടിയിട്ടുണ്ടോ? ആലോചിക്കണം നമ്മൾ. ഞാൻ ജനിച്ച് വളർന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്ന എന്റെ നാട്ടിന് വേണ്ടിയിട്ട്, എന്നെ ഈ നാടിന് വേണ്ടിയിട്ട് വല്ലതും കിട്ടിയിട്ടുണ്ടോ? വല്ല ഉപകാരം കിട്ടിയിട്ടുണ്ടോ? നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം. എന്റെ കുടുംബത്തിന്, കുടുംബം എന്നത് പറയുന്നത് കേവലം നമ്മുടെ ഭാര്യയും മക്കളിൽ മാത്രം ഒതുങ്ങാതെ അതിനപ്പുറത്തേക്ക് കൂടി നമ്മളൊന്ന് ആലോചിക്കണം. അവർക്ക് വല്ലതും ലഭിച്ചിട്ടുണ്ടോ എന്നെ കൊണ്ട്? എന്റെ സമൂഹത്തിന് വല്ലതും ലഭിച്ചിട്ടുണ്ടോ? എന്റെ സമുദായത്തിന് വല്ലതും ലഭിച്ചിട്ടുണ്ടോ? നമ്മളോട് തന്നെ ചോദിക്കുക. വയസ്സ് കുറെ ആയി, കുറെ സമ്പാദ്യങ്ങളുണ്ടായി, കുറെ ഊർജം ഞാൻ നഷ്ടപ്പെടുത്തി, എന്റെ ഊർജം എന്റെ സമൂഹത്തിന് വേണ്ടിയിട്ട്, സമുദായത്തിന് വേണ്ടിയിട്ട് നൽകാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? ഇത് നമ്മളോട് ചിന്തിക്കോ. ഈ സേവന പ്രവർത്തനങ്ങളും പൊതുപ്രവർത്തനങ്ങളും ഇത്തരം കാര്യങ്ങളൊക്കെ അതിന് വേറെ കുറെ ആൾക്കാർ മാത്രം. ഈ ഒരു നിലപാടല്ല ശരി. നമുക്കും ഈ സമൂഹത്തിന് വേണ്ടിയിട്ട്, ഈ സമുദായത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടിയിട്ട്, നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് പലതും ചെയ്യേണ്ട ബാധ്യതകളുണ്ട്. അത് നമ്മൾ ചെയ്തു കൊടുക്കണം. ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ്? ചില നഷ്ടങ്ങൾ നമുക്കുണ്ടാകാൻ പോകുന്നുണ്ട്. പണ്ഡിതന്മാരത് നമുക്ക് ഇങ്ങനെയാണ് പറഞ്ഞത്: ആ സ്വാർത്ഥ ചിന്താഗതിയുള്ള മനുഷ്യന്റെ മനസ്സ് ഹൃദയങ്ങൾ കടുത്തു പോയതായിരിക്കാം. അതുകൊണ്ടാണല്ലോ ഒരു 18 വയസ്സുള്ള കുട്ടി മരണത്തോട് മല്ലടിക്കുമ്പോൾ ആ കുട്ടിയെ ഒന്നൊരു ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പലരും മനസ്സ് കാണിക്കാതിരുന്നത്. ഗ്രാൻഡ് ഫാദറിനെ കൊട്ടേഷൻ നൽകിക്കൊണ്ട് കൊല്ലാൻ ഒരു പെൺകുട്ടിക്ക് മനസ്സ് വന്നെങ്കിൽ ആ പെൺകുട്ടിയുടെ മനസ്സ് എത്രത്തോളം കസ്വത്താണ്, കാഠിന്യമുള്ളതാണ് എന്ന് നമ്മളൊന്ന് ആലോചിച്ചു നോക്കേണ്ടതാണ്. ഹൃദയത്തിന് കാഠിന്യമുണ്ടാകും എന്നതാണ് പണ്ഡിതന്മാർ പറയുന്ന ഒരു കാര്യം. മറ്റൊന്ന്, അത്തരം ആൾക്കാരെ മനുഷ്യൻ വെറുക്കും. ജനങ്ങളെല്ലാം അയാളെ തൊട്ട് അകന്നു നിൽക്കുമ്പോൾ ഒരു ഉപകാരമില്ലാത്തൊരു മനുഷ്യൻ. അതിനെ കൊണ്ടും സുവായിനെ കൊണ്ടൊക്കെ പറഞ്ഞതുപോലെ നാട്ടിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒരു ഉപകാരമില്ലാത്തൊരു സാധനമാണ്. ജനങ്ങൾ അയാളെ മാറ്റി നിർത്തും. ഇങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. അതിന്റെ പുറമെ പരലോകത്തുണ്ടാകുന്ന നഷ്ടങ്ങളും പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ആരെങ്കിലും നഫ്സിനെ സൂക്ഷിച്ചാൽ, എന്താ നഫ്സ്? ആ ആയത്തിനെ വിശദീകരിച്ചെടുത്ത് പണ്ഡിതന്മാർ പറയുന്നത്, മറ്റുള്ളവരുടെ സൗകര്യം പരിഗണിക്കാതെ സ്വന്തം സൗകര്യവും സുഖവും മാത്രം പരിഗണിച്ചുകൊണ്ട്
ജീവിക്കുന്ന ആൾക്കാണ് ശുക്കുൻ നഫ്സ് എന്ന് പറയുന്നത്. ആ ശുക്കുൻ നഫ്സിൽ നിന്ന് ആരെങ്കിലും തന്നെ സൂക്ഷിച്ചാല് അവൻ വിജയിയാണ് അവർ വിജയിയാണ് എന്ന് അല്ലാഹു തആല പറയുന്നു. വിജയിയുടെ കൂട്ടത്തിൽ ഉൾപ്പെടണമെങ്കിൽ സ്വാർത്ഥ ചിന്താഗതി നമ്മൾ മാറ്റണം. സ്വാർത്ഥ സങ്കുചിതമായ ചില മനസ്സ് നമ്മൾ മാറ്റിയെടുക്കണം. എനിക്കും വേണം, അവനിക്കും വേണം, എനിക്കുള്ളതെല്ലാം അവനിക്കുണ്ടാകണം എന്നുള്ള ചിന്തയുണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അഹബ്ബുൻ നാസി ഇലല്ലാഹി അൻഫഉഹും ഇലന്നാസ്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന ആൾക്കാരെയാണ്. ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവരാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള മനുഷ്യർ. അതുപോലെ വഹബ്ബുൽ അഅമാലി ഇലല്ലാഹി സുറൂരി യുദ്ഹിറുഹു അലാ മുസ്ലിം വയുക്ശിഫു അൻഹു ഖുർബ. ഏറ്റവും നല്ല പ്രവർത്തനം, ഏറ്റവും നല്ല അമല്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമല്, അത് ഒരാളുടെ അടുക്കല് ഇവൻ അങ്ങോട്ട് കയറി ചെന്നാൽ അതുകൊണ്ട് സന്തോഷമാണ്.